അവനവന് ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. പ്ലാപ്പള്ളി റോഡ് വികസനം ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനകരം. മന്ത്രി മുഹമ്മദ് റിയാസ്. പ്ലാപ്പള്ളി, തുലാപ്പള്ളി, മൂക്കൻപെട്ടി, പമ്പാവാലി റോഡ് വികസനം ശബരിമല തീർത്ഥാടകർക്ക് ഏറെ സഹായകരമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ്. ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. എരുമേലിയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഇതിലൂടെ സുഗമമായി എത്തിച്ചേരാൻ സാധിക്കും. ഗവിയിലേക്കും വിനോദസഞ്ചാരികൾക്ക് അനായാസം യാത്ര സാധ്യമാകും. BMBC നിലവാരത്തിൽ നിശ്ചയിച്ചതിലും നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കി. നവീകരണം പൂർത്തിയാക്കിയ പ്ലാപ്പള്ളി, തുലാപ്പള്ളി, മുക്കംപെട്ടി, പമ്പാവാലി റോഡുകൾ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. 2 റോഡുകളുടെയും 6 കിലോമീറ്റർ ദൂരമാണ് നവീകരിച്ചിട്ടുള്ളത്. ഈ റോഡ് BMNBC നിലവാരത്തിലാണ് നവീകരിച്ചിട്ടുള്ളത്. 6 കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. നിശ്ചയിച്ചതിലും നേരത്തെ തന്നെ നമുക്ക് ഈ പ്രവൃത്തി പൂർത്തിയാക്കുവാൻ സാധിച്ചു. എരുമേലി ഭാഗത്തു നിന്നും വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായി ശബരിമലയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന റോഡാണിത്. അതോടൊപ്പം വിനോദസഞ്ചാരികൾക്ക് ഗവി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അനായാസം എത്തിച്ചേരുന്നതിനും സാധിക്കും. നാടിൻ്റെ ആകെ മുന്നേറ്റത്തിന് ഈ റോഡ് വികസനം സഹായകരമാകും. ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് നവീകരിക്കുവാൻ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ശബരിമല ഐഡൻറ്റിഫൈഡ് റോഡ് എന്ന നിലയിൽ നവീകരണം സാധ്യമാക്കിയത് തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്തുവാൻ ഏറെ സാധിക്കും. ശബരിമല റോഡ് പരിപാലനത്തിന് വലിയ പരിഗണന നൽകിയ സർക്കാരാണ് LDF സർക്കാർ. വലിയ തുക ഇതിനു വേണ്ടി അനുവദിച്ചു. അത് നേരിട്ട് തന്നെ പരിശോധിക്കുന്നതിനും ഉയർന്ന പരിഗണന നൽകി. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമല തീർത്ഥാടനം സുഗമമാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. ശബരിമല റോഡ് നവീകരണത്തിന് സർക്കാർ മുഖ്യ പരിഗണന നൽകുന്നുണ്ട്. 9 വർഷം കൊണ്ട് സംസ്ഥാനത്ത് പശ്ചാത്തല വികസനത്തിന് വലിയ കുതിപ്പുണ്ടായി. 30,000 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ 60% BMBC നിലവാരത്തിൽ ഉയർത്തി. വികസന പദ്ധതികൾ നടപ്പാക്കി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. റാന്നി തുലാപ്പള്ളി മാർത്തോമ പാരിശാലയിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് നാരായണൻ MLA അധ്യക്ഷനായി. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CS സുകുമാരൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോമി ചിങ്ങമ്പറമ്പിൽ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ